ചോറിന് മറ്റു കറികളൊന്നുമില്ലെങ്കിലും ഇതുപോലെ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ മറ്റു കറികളൊന്നും തന്നെ വേണ്ടി വരില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. സദ്യ ആകട്ടെ ഏതൊരു വിശേഷ അവസരങ്ങളായാലും നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് രസം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ തക്കാളി രസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. തക്കാളി രസം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. നമ്മുടെ വാളംപുളിയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. പുളി നന്നായിട്ട് കുതിർന്ന് വരുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 3 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്, 1 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കാം. തക്കാളി ഇവിടെ ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പുളിവെള്ളം കുതിർത്തിയെടുത്ത പുളിവെള്ളം അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തക്കാളി രസം തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. 2 പൊട്ടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ 2 വറ്റൽമുളകും ഒന്ന് ചീന്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും മൂത്തിട്ട് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി രസം തയ്യാറാക്കാൻ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തടഞ്ഞെടുക്കുക. പഴുത്ത തക്കാളി ആകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്തുടങ്ങി വരുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ നേരം വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വഴന്ന് വരുന്നതാണ്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരേക്ക് വഴറ്റിയിട്ടൊന്ന് എടുക്കാം. തക്കാളി രസം തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം രസം വേണം അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയുടെ കഷ്ണവും വെളുത്തുള്ളി അല്ലിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതും ചതച്ചെടുത്തതും കൂടി നമുക്ക് ഈ തക്കാളിയുടെ മിക്സിലേക്ക് ചേർത്തിട്ട് നന്നാക്കി തന്നെ വഴറ്റിയിട്ടെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്കും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള പുളിയാണ്. ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് അത് കുതിർത്തി എടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് സാദാ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ തക്കാളിയും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് വേണമെന്നില്ല. 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ രസം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ പലവിധ രസം തയ്യാറാക്കാറുണ്ട്. കുരുമുളക് രസം, അതുപോലെ തന്നെ തക്കാളി രസം, പരിപ്പ് രസം, അങ്ങനെ പലവിധ രസങ്ങൾ തയ്യാറാക്കാറുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാനിതാ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന തക്കാളി രസത്തിലേക്ക് ഇനി നമുക്ക് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എരിവിന് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ രസത്തിന് എരിവ് കൂടിപ്പോവും. അതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം 1 മതിയാവും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വറവിടുന്ന സമയത്ത് വറ്റൽമുളക് 2 എണ്ണം അതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. രസത്തിൻ്റെ അളവൊക്കെ നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് പുളിവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കായപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ തന്നെ കായപ്പൊടിയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായമാണ് നമ്മുടെ രസത്തിൻ്റേതായിട്ടുള്ള ആ ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കായം ഉപയോഗിച്ച് നമുക്ക് രസം തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് രസത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് പൊടിക്ക് പകരം നമുക്ക് കല്ലുപ്പും ചേർക്കാവുന്നതാണ്.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം ഇവിടെ റെഡി ആവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടെ മാത്രം ചേർത്തെടുത്താൽ മതി. മല്ലിയില ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രസം അധികം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിന് മറ്റു കറികളൊന്നുമില്ലെങ്കിലും ഇതുപോലുള്ള ഒരു രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. തക്കാളി രസം ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്